നമസ്കാരം. കഴിഞ്ഞ കുറേ കാലമായി നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഇന്ത്യയിൽ പല പേരുകളിൽ നടത്തിക്കൊണ്ടിരുന്ന പ്രതിഷേധം, സമരം എന്നൊക്കെയുള്ള ഓമന പേരിട്ട് വിളിച്ചിരുന്ന ആഭാസത്തരമാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ ചിലർ നടത്തി വിജയിപ്പിച്ചിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് എന്തെല്ലാം രീതിയിൽ ഏതെല്ലാം കാരണങ്ങൾ പറഞ്ഞ് ഇത്തരം പ്രക്ഷോഭങ്ങൾ നടത്തി ഇക്കഴിഞ്ഞ 2-3 കൊല്ലങ്ങൾക്കിടയിൽ അതൊന്നും വിലപ്പോയില്ല എന്നുള്ളത് വേറെ കാര്യം. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാജി ആവശ്യപ്പെട്ടുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ 91 പേരാണ് കൊല്ലപ്പെട്ടത്. 200-ലധികം പേർക്ക് പരിക്കേൽക്കുകയും 14 പോലീസുകാർ കൊല്ലപ്പെടുകയും ചെയ്തു. കലാപകാരികൾക്കെതിരെ ഭരണകക്ഷിയായ അവാമി ലീഗ് പ്രവർത്തകർ രംഗത്ത് വന്നതോടെയാണ് സ്ഥിതി കൂടുതൽ രൂക്ഷമായത്. ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഒരു യുദ്ധഭൂമിയുടേതിനേക്കാൾ ഭീകരമായ അവസ്ഥയിലേക്ക് മാറുകയായിരുന്നു ബംഗ്ലാദേശ്. ഇതേ അവസ്ഥയായിരുന്നു കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ രാജ്യത്ത് നടന്നതും. JNUവിലെ വിദ്യാർത്ഥി പ്രക്ഷോഭവും കർഷക സമരവും ഒക്കെ ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ പ്രതിഷേധത്തിനേക്കാൾ എത്രയോ മടങ്ങ് കൂടുതലായിരുന്നു. ഷെയ്ഖ് ഹസീനയുടെ ആരോപണം ശരിവയ്ക്കുന്ന തരത്തിലുള്ള അക്രമങ്ങളാണ് അവിടെ അരങ്ങേറിയത്. ഭീകരരാണ് കലാപത്തിന് പിന്നിൽ എന്നാണ് അവർ പറഞ്ഞത്. ഒരിക്കലും ഒരു രാജ്യത്തെ പൗരനും ഇത്തരം അക്രമങ്ങൾ സ്വന്തം രാജ്യത്ത് നടത്തില്ല. അക്രമകാരികളുടെ പിന്നിൽ ഏതോ ഗൂഢശക്തികൾ ഉണ്ടായിരുന്നു എന്നുള്ളത് സ്പഷ്ടമായ കാര്യമാണ്. JNUവിൽ നടന്ന വിദ്യാർത്ഥി സമരത്തിൻ്റെയും കർഷക സമരത്തിൻ്റെയും ഒക്കെ പിന്നിലും ഇത്തരത്തിലുള്ള എന്തൊക്കെയോ ശക്തികൾ പ്രവർത്തിച്ചു എന്നുള്ളത് വ്യക്തമാണ്. സമൂഹ മാധ്യമങ്ങളിൽ അന്ന് നടന്നിരുന്ന പ്രചാരണങ്ങൾ തന്നെ ഇതിനുദാഹരണമാണ്. നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് ഷെയ്ഖ് ഹസീനയുടെ ഔദ്യോഗിക വസതിയിൽ കലാപകാരികൾ നടത്തിയ അക്രമങ്ങൾ. അവരുടെ അടിവസ്ത്രങ്ങൾ വരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രദർശിപ്പിച്ചു. രാഷ്ട്രപിതാവിൻ്റെ പ്രതിമയ്ക്ക് മുകളിൽ കയറി മൂത്രമൊഴിച്ചു ചിലർ. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി കൊള്ളയടിച്ചു. ഇതൊക്കെ ഒരു രാജ്യത്തും നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഹത്രാസിൽ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയ അഴിമുഖം എന്ന ആരുമറിയാത്ത ഓൺലൈൻ മാധ്യമത്തിൻ്റെ റിപ്പോർട്ടറായ സിദ്ദിഖ് കാപ്പനെ? UAPA ചുമത്തി കാപ്പനെ പിടിച്ച് ജയിലിലിട്ടത് 2 കൊല്ലത്തോളമാണ്. ആരുമറിയാത്ത ഒരു ഓൺലൈൻ ചാനൽ, കേരളത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് പറയപ്പെടുന്ന ഈ ഓൺലൈൻ ചാനലിൻ്റെ മാധ്യമപ്രവർത്തകൻ അങ്ങ് UPയിലെ ഹത്രാസിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയി എന്ന് പറഞ്ഞാൽ മന്ദബുദ്ധികൾ പോലും വിശ്വസിക്കില്ല എന്നുള്ളത് വേറെ കാര്യം. അന്ന് സിദ്ദിഖ് കാപ്പന് വേണ്ടി സുപ്രീം കോടതിയിൽ പോലും പോയത് കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ സംഘടനയാണ്. ഇതിൽ നിന്നൊക്കെ ഒരു കാര്യം വ്യക്തമാണ്, ബംഗ്ലാദേശിൽ ഇപ്പോൾ നടത്തി വിജയിച്ച പദ്ധതി പല പേരുകളിൽ പല സമയത്തായി ഇന്ത്യയിൽ നടത്താൻ ശ്രമിച്ച് പരാജയപ്പെട്ടതാണെന്ന്. ഒരു കാര്യം ശ്രദ്ധിക്കണം, JNU സമരമായാലും കർഷക സമരമായാലും ആക്ടിവിസ്റ്റുകളുടെ സജീവമായ സാന്നിധ്യം ഇവിടങ്ങളിൽ ഉണ്ടായിരുന്നു. ആരാണ് ഈ ആക്ടിവിസ്റ്റുകൾ? എന്താണ് ഇവരുടെ ലക്ഷ്യം? എന്താണ് ഇവരുടെ പിന്നാമ്പുറ കഥകൾ എന്നതൊക്കെ മറ്റൊരു വിഷയം. JNU കലാപത്തിൽ മുൻ വിദ്യാർത്ഥി നേതാവും ആക്ടിവിസ്റ്റുമായ ഉമർ ഖാലിദിനെ UAPA ചുമത്തി അറസ്റ്റ് ചെയ്തിരുന്നു. 53ഓളം പേരാണ് ഡൽഹി കലാപത്തിൽ കൊല്ലപ്പെട്ടത്. പരിക്കേറ്റവരുടെ കണക്ക് ഇതിലും എത്രയോ കൂടുതൽ വരും. ബംഗ്ലാദേശിലും സമാനമാണ് സ്ഥിതി. വിദ്യാർത്ഥികളെ മുൻനിർത്തിയാണ് അവിടെ കലാപമുണ്ടാക്കി വിജയിപ്പിച്ചത്. ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിൽ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ 2 വിദ്യാർത്ഥികൾ കൂടിയുണ്ട് എന്നറിയണം. നമ്മുടെ കേരളം തീവ്രവാദികളുടെ ഹബ്ബായി മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞത് മുൻ പോലീസ് മേധാവിയായിരുന്ന TP സെൻകുമാറാണ്. തീവ്രവാദ സംഘടനകളിലേക്ക് കേരളത്തിൽ നിന്ന് റിക്രൂട്ടിംഗ് നടക്കുന്നു എന്ന് പറഞ്ഞത് മറ്റൊരു പോലീസ് മേധാവിയായിരുന്ന ലോക്നാഥ് ബെഹ്റയായിരുന്നു. ഇതൊന്നും ആരും മുഖവിലക്കെടുത്തില്ല. അതിൻ്റെ ദൂഷ്യഫലങ്ങൾ ഈ അടുത്ത കാലത്തായി കണ്ടുവരികയുമാണ്. അതായത് ഒരു പ്രത്യേക വിഭാഗത്തെക്കുറിച്ച് അല്ലെങ്കിൽ ആ വിഭാഗത്തിലുള്ള ആരെങ്കിലും ചെയ്ത ഒരു കുറ്റകൃത്യത്തെക്കുറിച്ച് പറയുകയോ വിമർശിക്കുകയോ ചെയ്താൽ അങ്ങനെയുള്ളവരെ വളഞ്ഞിട്ടാക്രമിക്കുന്ന ഒരു പ്രവണത ഇപ്പോൾ കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ്. ഇതൊന്നും ആരും കാണുന്നില്ല, പറയുന്നുമില്ല. ഒരു കാര്യം ഉറപ്പാണ്, NDA സർക്കാർ അല്ലായിരുന്നു കേന്ദ്രം ഭരിച്ചിരുന്നത് എങ്കിൽ, നരേന്ദ്രമോദി അല്ലായിരുന്നു പ്രധാനമന്ത്രി ആയിരുന്നതെങ്കിൽ ഇന്ന് ഇന്ത്യയുടെ സ്ഥിതി ഇതാകുമായിരുന്നില്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇതൊക്കെ മിണ്ടുന്നവനെ വർഗീയവാദിയാക്കും അല്ലെങ്കിൽ സംഖ്യയാക്കും. എന്തായാലും നമ്മുടെ ഇന്ത്യയിലെ ഇനിയും കണ്ണു തുറക്കാത്തവർക്കുള്ള ഒരു മുന്നറിയിപ്പാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ.